ലോകത്തിന്റെ കാലഗതികളെ അനുസരിച്ചും ആകാശത്തിലെ അധിപതി കോപത്തിന്റെ മക്കളായി നാം ജീവിച്ചിരുന്നപ്പോൾ ആ ആത്മീയമായി മരിച്ചു കിടന്ന അവസ്ഥയിൽ നിന്നും നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച, സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ഈ സന്ധിയിലും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഇന്റർനെറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ടായി, സദയം ക്ഷമിക്കുമല്ലോ. നമുക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ നമ്മുടെ അധ്യയന ദിവസം കർത്തൃസന്നിധിയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മെ പല സ്ഥലങ്ങളിൽ കർത്താവ് പരിപാലിച്ചതോർത്ത് സ്തോത്രം. വേഗത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളുടെ വിശകലനത്തിലേക്ക് നമുക്ക് പോകാം. 4 അധ്യായം നാം തുടങ്ങി വെച്ചു. കർത്താവായ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കും ദൈവസഭയുടെ എടുക്കപ്പെടലിനും ശേഷം ഭൂമിയിൽ നടക്കുവാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്, അതിൻ്റെ ചിത്രീകരണമാണ് 6-ാം അധ്യായം മുതലുള്ളത്. എന്നാൽ സംഭവങ്ങളുടെ തുടക്കത്തിന് വേണ്ടി, അതേ തുടർന്നുള്ള കാര്യങ്ങളുടെ നടത്തിപ്പിനും വേണ്ടി സ്വർഗത്തിൽ നടക്കുന്ന ഒരു തയ്യാറെടുപ്പിന്റെ ചിത്രമാണ് 4-5 അധ്യായത്തിൽ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം. അതിൽ 4-ാമത്തെ അധ്യായത്തിൽ വേറെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ സ്വർഗത്തിന്റെ പരിചയപ്പെടുത്തൽ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഹെവൻ, അതാണ് നാം 4-ാം അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ട് 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം സിംഹാസനസ്ഥ എന്നുള്ളതാണ്. സിംഹാസന ദൈവം, ഇളക്കമില്ലാത്ത സിംഹാസനം, ഒഴിഞ്ഞുകൊടുക്കേണ്ടാത്ത സിംഹാസനം. സ്തോത്രം. സുസ്ഥിരമായി നിലനിൽക്കുന്ന സിംഹാസനം, വലിയ സിംഹാസനം. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സുസ്ഥിരമായ, നിലനിൽക്കുന്ന, നിത്യമായ മഹത്വത്തെയും കുറിച്ചാണ് നാം യോഹന്നാൻ അനുഭവിക്കുന്നതായി വെളിപ്പാട് 4-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ നാം ആദ്യം കണ്ടു തുറന്നിരിക്കുന്ന ഒരു സ്വർഗവാതിൽ, തുറന്നിരിക്കുന്ന വാതിൽ. നാം വെളിപ്പാടിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ 2-3 വാതിലുകൾ കാണുന്നുണ്ട്. ഫിലദൽഫിയയോടുള്ള ബന്ധത്തിൽ നാം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ കണ്ടു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും. നാം കാണുകയുണ്ടായി അവസരങ്ങളാകുന്ന വാതിലാണ്.
there are at least three sort of doors mentioned in the initial chapters of the book of Daniel. And first one is in relation with church at Philadelphia, where we see an open door that of very many opportunities. അവസരങ്ങളാകുന്ന വാതിലുകളെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. A second door is at the entrance or the entrance of the church. മൂന്നാം വാക്യത്തിലാണ് നാം കണ്ടത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അത് സഭയുടെ വാതിലാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. സഭയുടെ വാതിൽ. നാം അതിനുശേഷം ഇവിടെ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ മറ്റൊരു വാതിൽ കാണുന്നു, സ്വർഗത്തിന്റെ വാതിൽ. സ്വർഗത്തിന്റെ വാതിൽ. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതുമായിട്ട് നമുക്കിവിടെ വലിയ ബന്ധമില്ല. അപ്പോൾ യോഹന്നാൻ ഇവിടെ സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. An open heaven. സ്തോത്രം. സ്വർഗത്തിന് അങ്ങനെയുള്ള വാതിലുകൾ അക്ഷരീയമായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം. ഇവിടെ വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് an access and entry എന്നുള്ളതാണ്. ഒരു അടുപ്പം, ഒരു പ്രവേശനം, ഒരു അടുപ്പവും പ്രവേശനവും. അതാണ് ഇവിടെ വാതിൽ എന്നതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. അല്ലാതെ ഒരു അക്ഷരീയമായ വാതിൽ അതുവരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, യോഹന്നാന് വേണ്ടി ആ സമയത്ത് തുറന്നു കൊടുത്തു എന്നൊന്നും നാം ചിന്തിക്കേണ്ടതില്ല. സ്വർഗത്തിലെ കാഴ്ചകൾ കാണുവാൻ യോഹന്നാന് ദൈവം വെളിപ്പാട് അർത്ഥം. So this open door of heaven is the very revelation God was handing over to John, his beloved apostle. തന്റെ അരുമ ശിഷ്യനായ യോഹന്നാന് സ്വർഗത്തിലെ കാഴ്ചകൾ കാണുവാൻ അവസരം അല്ലെങ്കിൽ വെളിപ്പാട് ദൈവം കൊടുക്കുന്നു എന്ന് നാം ഇവിടെ ഇതർത്ഥമാക്കിയാൽ മതി. അല്ലാതെ ഒരു വാതിലിനെ കുറിച്ച് ചിന്തിച്ച് നാം ആകുലപ്പെടുകയോ സംശയങ്ങൾ ഉളവാക്കുകയൊന്നും വേണ്ട. An access to the heavenly vision. This is what is meant over here. സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനം, സ്വർഗത്തിലെ കാഴ്ചകൾ കാണുന്നതിനുള്ള ഒരു അനുവാദം. നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ഫാസ്റ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. അല്പം ഇന്റർനെറ്റിന്റെ പ്രയാസമുണ്ടായതിൽ ഖേദിക്കുന്നു. സാങ്കേതികമായ
ഈ തടസ്സങ്ങൾ കർത്താവ് മാറ്റിത്തരട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് 6ആം അധ്യായം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ സംഭവ വികാസങ്ങൾ ഭൂമിയിൽ നടക്കുന്നതുണ്ട്, സ്വർഗത്തിൽ നടക്കുന്നതുണ്ട്. സ്വർഗത്തിൽ ദൈവം വസിക്കുന്ന സ്വർഗത്തിലല്ല. സ്വർഗം പലതുണ്ടല്ലോ, പല അവസ്ഥകളുണ്ടല്ലോ. അതിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആകാശത്തിൽ. എന്നാൽ ആ സംഭവങ്ങൾക്കെല്ലാം നാന്ദിയായി, അതിനൊക്കെ തുടക്കം കുറിക്കുവാൻ സ്വർഗത്തിൽ നടക്കുന്ന ഒരു തയ്യാറെടുപ്പിന്റെ വിവരണമാണ് 4ഉം 5ഉം അധ്യായങ്ങൾ. അതിൽ പ്രത്യേകിച്ച് 4ആം അധ്യായം ഭാവികാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങൾ 4ആം അധ്യായത്തിൽ കാണുന്നില്ലെങ്കിലും സ്വർഗത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്കവിടെ ഉള്ളത്. അതിനുവേണ്ടി യോഹന്നാനെ ഭൂമിയിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. ആ തുറക്കപ്പെട്ട സ്വർഗവാതിലിലൂടെ യോഹന്നാൻ സ്വർഗത്തിലേക്ക് കയറി എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. 4ആം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാട്ടെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവ്യവസ്ഥനെ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അനന്തരം, ആഫ്റ്റർ ദീസ്, 7 സഭകളോടുള്ള ദൂതുകൾ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് സഭകൾക്ക് കൈമാറിയ അനന്തരം, ഭൂമിയിലുള്ള തൻ്റെ ശുശ്രൂഷകൾ തികച്ച അനന്തരം, അതിനെ പൊതുവെ വേദ പഠിതാക്കൾ പറയുന്നത് യേശുക്രിസ്തു വന്നതിനും സഭയെ കൊണ്ടുപോയതിനും അനന്തരം എന്നാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തം, 7 സഭകളോടുള്ള ദൂതൊക്കെ യോഹന്നാൻ ക്രിസ്തുവിൽ നിന്ന് അറിയിച്ചതിന് ശേഷം എന്നുള്ളതിന് തർക്കമില്ല. അതാണ് അനന്തരം. ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. 2ഉം 3ഉം അധ്യായങ്ങളിലെ ദർശനങ്ങൾ, സന്ദേശങ്ങൾ ഒക്കെ യോഹന്നാന് ലഭിച്ചത് ഭൂമിയിൽ വെച്ചാണ്. യേശു യോഹന്നാന്റെ അടുക്കലേക്ക്, പത്മോസിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. സ്തോത്രം. യേശു യോഹന്നാന്റെ അടുക്കൽ പത്മോസിൽ ഇറങ്ങിച്ചെന്ന് അവിടെ വെച്ചാണ് ആ ദർശനങ്ങളൊക്കെ നൽകിയത്. എന്നാൽ ഇപ്പോൾ രംഗം സ്വർഗമാണ്, ഭൂമിയല്ല. അതിന് നമ്മൾ കണ്ടത് സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം യോഹന്നാന് സാധ്യമായി എന്ന്. അവിടെ വാതിൽ തടി കൊണ്ടാണോ, ഏത് ലോഹം കൊണ്ടാണ്, ഏത് മുത്തുകൊണ്ടാണ് എന്നൊന്നും നമ്മൾ ചിന്തിച്ച് തല പുകയ്ക്കേണ്ടതില്ല.
അവിടുത്തെ വാതിലിനെ സ്വർഗത്തിലേക്കുള്ള ഒരു ആക്സസ്, പ്രവേശനമായി മാത്രം കണ്ടാൽ മതിയാവും. യോഹന്നാനോടുള്ള ബന്ധത്തിൽ ഇവിടെ സ്വർഗത്തിലേക്ക് യോഹന്നാന് ഒരു പ്രവേശനം ലഭിച്ചു. ഇതുവരെ യോഹന്നാൻ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് അത്. ഇതുവരെ യോഹന്നാൻ പോയിട്ടില്ലാത്ത സ്ഥലമാണത്. ഇതുവരെ യോഹന്നാന് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് അവിടുത്തേത്. മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ ദൈവത്തിന് യോഹന്നാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എല്ലാം വസ്തുനിഷ്ഠമായി അക്ഷരീയമായി കാണിച്ചു കൊടുക്കുവാൻ പ്രസാദമായി. അങ്ങനെയാണ് യോഹന്നാനെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വാതിൽ എന്നതുകൊണ്ട് ഇവിടുത്തെ അർത്ഥം പ്രവേശനം, ആക്സസ്, എൻട്രി എന്നൊക്കെയാണ് വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാതിലിന്റെ ഉദ്ദേശം അതാണല്ലോ, വാതിലിന്റെ ഉദ്ദേശം. സ്തോത്രം. അപ്പോൾ പല വാതിലുകൾ ഉള്ളതായിട്ടും നമ്മൾ കണ്ടു. അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും യോഹന്നാന് സ്വർഗത്തിലെ കാഴ്ചകളെ കാണാൻ അനുവാദം ലഭിച്ചു എന്നർത്ഥം. ഇപ്പോൾ യോഹന്നാൻ സ്വർഗത്തിലെ കാഴ്ചകൾ കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കണ്ടതുപോലെ സ്വർഗത്തിലെ എന്തോ ആക്ച്വലി ഭൂമിയിൽ തന്നെ അല്ലേ പാസ്റ്ററെ? എങ്ങനെയാണ് യോഹന്നാൻ ഇതൊക്കെ കണ്ടത്? ആത്മാവിൽ, ആത്മവിവശനായി എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചത്. ഞാൻ ആത്മവിവശനായി. ആത്മവിവശതയിലാണ് ഈ യോഹന്നാൻ ഇതെല്ലാം കാണുന്നത്. ആദ്യത്തെ അധ്യായത്തിലും 1-ാം അധ്യായം 9-10 വാക്യങ്ങളിലും അത് തന്നെയാ കാണുന്നത്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇവിടെയും യോഹന്നാൻ വീണ്ടും പറയുന്നു, ഞാൻ ആത്മവിവശനായി. അപ്പോൾ ആത്മാവിലാണ് താൻ സ്വർഗത്തിലേക്ക് പോകുന്നത്, ശരീരത്തോടുകൂടെ അല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം ഇവിടെ നമുക്ക് പ്രസ്താവ്യമാണ്. പൗലോസും 2 കൊരിന്ത്യർ 12 പറഞ്ഞു. 2 കൊരിന്ത്യർ അവസാന അധ്യായങ്ങളിൽ പൗലോസ് തൻ്റെ അനുഭവങ്ങളെ വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവേശുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പക്ഷേ ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. ഏതായാലും ശരീരത്തോടു കൂടെ, രൂപാന്തരപ്പെടാത്ത ശരീരത്തോടു കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്നുള്ളത് 1 കൊരിന്ത്യർ 15-ന്റെ 50-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അലിസാന്റെ അടുത്തെങ്കിലും വായിച്ചോളൂ. അത് 2 കൊരിന്ത്യർ 12-ന്റെ 2. I knew a man in Christ above 14 years ago, whether in the body I cannot tell, or whether out of the body I cannot tell. God knows, such as one caught up to the 3rd heaven. Next verse also. And I knew such a man, whether in the body or out of the body I cannot tell. God knows. How that he was caught up into paradise and heard unspeakable words, which it is not lawful for a man to utter. So the same Paul also had. He also says, I don't know whether with the body or without. But anyhow, that person had entered into the 3rd heaven and had some visions and heard some voices. But
they are unspeakable, unlawful for a man to utter them. ഇപ്പൊ പൗലോസും പറയുന്നത് ഒരു പുരുഷനെ, ഒരു മനുഷ്യനെ അദ്ദേഹം അറിയുന്നുണ്ടത്രേ. വേറെ ആരുമല്ല, താൻ തന്നെയാണത് നമുക്കറിയാം. പൗലോസിന്റെ തന്നെ അനുഭവങ്ങളാ. ശരീരത്തോടു കൂടെയാണോ അല്ലയോ ഞാൻ അറിയുന്നില്ല. അതായത് ആത്മാവിലാണോ അതോ അക്ഷരീയമായിട്ടാണോ എന്ന് ഞാൻ അറിയുന്നില്ലെന്നായി പറഞ്ഞതിന്റെ സാരം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മനുഷ്യന് ഉച്ചരിച്ചു കൂടാത്ത വാക്കുകൾ ഞാൻ അവിടെ കേട്ടു. ഇപ്പൊ യോഹന്നാൻ വെളിപ്പാടിൽ എന്നതുപോലെ, വെളിപ്പാട് പുസ്തകത്തിൽ എന്നതുപോലെ, പൗലോസും തൻ്റെ ജീവിതാനുഭവത്തിൽ ശുശ്രൂഷ മധ്യത്തിൽ എപ്പോഴോ, അതിനെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ട്, അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, എപ്പോഴോ ഈ സ്വർഗീയമായ ദർശനം പ്രാപിച്ചു. അതുപോലെ യോഹന്നാൻ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് താന് ആത്മവിവശനായി. ഹി വാസ് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലവനായി. സ്തോത്രം. എന്നിട്ട് കർത്താവ് അവനെ ഈ സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ സ്വർഗീയ വിഷയങ്ങളുടെ ദർശനം, സ്വർഗത്തിലെ കാര്യങ്ങളുടെ മറനീക്കിയുള്ള ഒരു വെളിപ്പാട് യോഹന്നാൻ ഇവിടെ ഉണ്ടായി എന്ന് അർത്ഥമാക്കിയാൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നമ്മൾ ശനിയാഴ്ച ചിന്തിച്ചതുപോലെ ദൈവസിംഹാസനം എന്നുള്ളത് തന്നെയാണ്. സ്തോത്രം. ദൈവത്തെ യോഹന്നാൻ തീർച്ചയായും ഒരു മനുഷ്യ രൂപത്തിലായിരിക്കും കണ്ടത്. എന്നാൽ ആയിരിക്കും എന്നല്ല, ആണ്. ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പം ഇരിക്കുക, സിംഹാസനത്തിൽ ഇരിക്കുക. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ കയ്യിൽ ഒരു പുസ്തകം, അവന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങി എന്നൊക്കെ പണ്ടും ഞാൻ പറഞ്ഞതുപോലെ ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ്, മനുഷ്യന് മനസ്സിലാകുന്നതും മനുഷ്യനുമായി ബന്ധപ്പെട്ടതുമായ രൂപസാദൃശ്യങ്ങളിലൂടെയാണ് വേദപുസ്തകം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ യോഹന്നാൻ ദൈവത്തെ ഒരു മനുഷ്യ സാദൃശ്യത്തിൽ കാണുന്നു. പക്ഷേ അവിടെ നമുക്ക് പ്രത്യേകം കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ ദൈവത്തെ മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. കേവലം ഒരു മനുഷ്യരൂപം മാത്രം അവിടെ പറഞ്ഞു വെക്കാൻ യോഹന്നാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത്രയ്ക്കും നമ്മുടെ വർണ്ണിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അതീതനായവനാണ് ദൈവം. സ്തോത്രം. God cannot be defined as he is not contained in our thoughts or our words. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും ഒതുങ്ങുന്നവനല്ല നമ്മുടെ ദൈവം എന്നതിനാൽ ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വിശദീകരണം ആരെക്കൊണ്ടും സാധ്യമല്ല. സ്തോത്രം.
നിത്യത പോലും ഒരുപക്ഷെ പോരായിരിക്കും ഈ ദൈവത്തെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ ദൈവത്തെക്കുറിച്ചാണ് യോഹന്നാൻ കണ്ടതും എഴുതിയതും. ദൈവം കേവലം മനുഷ്യനായിരിക്കുന്നു, മനുഷ്യരൂപത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു പിടിപ്പിക്കുവാൻ യോഹന്നാൻ ഒട്ടും താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തൻ്റെ വർണ്ണനകളിലൂടെ, തൻ്റെ മാനുഷിക പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ താൻ തുടങ്ങുകയാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം കാണുന്നത് തുറന്ന സ്വർഗമാണ്. പിന്നെ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സിംഹാസനായ ക്രിസ്തു. അതിന് മുമ്പ് എന്തോ ഒന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. കാഹളനാദം പോലെ ശബ്ദം. കാഹളനാദം പോലെയുള്ള ശബ്ദം. യെസ്, സ്തോത്രം. മൂന്നാമത്തേതായിരുന്നു പറഞ്ഞത് സിംഹാസനവും സിംഹാസനസ്ഥനായ ദൈവവും. അതിനെ മൂന്നായിട്ടോ നാലായിട്ടോ, മൂന്നാമത്തേതും നാലാമത്തേതുമായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും നമ്മൾ ഏകദേശം ഒന്ന് നോക്കി. മൂന്നാമത്തേതിലേക്കാണ് നമ്മൾ ഇപ്പോൾ വരുന്നത്. അതായത് ഒരു സിംഹാസനം. വാട്ട് ഈസ് ദിസ് ത്രോൺ? പലതരം സിംഹാസനങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ തന്നെ പല സിംഹാസനങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനങ്ങളെയും ന്യായാസനങ്ങളെയും കുറിച്ചൊക്കെ അതേക്കുറിച്ച് തന്നെ എടുത്തെഴുതിയിട്ടുള്ള ഒരു പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്. വൈ എസക്കിയേൽ സാർ എഴുതിയ ഒരു പുസ്തകമാണ്. കിട്ടിയാൽ, ഒരുപക്ഷെ ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിന്റ് ആയിരിക്കും, കിട്ടിയാൽ വായിച്ചു നോക്കുന്നത് ഈ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിന് കൂടുതൽ സഹായകരമാകും. അപ്പോൾ പലതരം സിംഹാസനങ്ങൾ ദൈവത്തിൻ്റെതായിട്ട് തന്നെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് സിംഹാസനം എന്ന് പറഞ്ഞാൽ? What is a throne? Simply, it is a seat. ഇത് ഒരു ആസനം, ഇരിപ്പിടമാണ്. വളരെ ലളിതമായ അർത്ഥത്തിൽ സിംഹാസനം ഒരു ഇരിപ്പിടമാണ്, ഒരു ആസനമാണ്. ആ ആസനത്തിൻ്റെ, ആ ഇരിപ്പിടത്തിൻ്റെ എന്താണ് പറയുന്നത്, മഹത്വത്തെ, അധികാരത്തെ ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് സിംഹാസനം എന്ന ഒരു പേരിട്ടിരിക്കുന്നത്. അതിനകത്തൊരു ആ ആസനത്തോട് ചേർന്നൊരു സിംഹം എന്നൊരു പ്രയോഗം നമ്മുടെ ഭാരതീയ ഭാഷകളിൽ വരുന്നുണ്ട്. മലയാളത്തിൽ സിംഹാസനം എന്നാണ്. സംസ്കൃതം, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലുമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭാരതീയ ഭാഷയിൽ അതിൽ ഒരു സിംഹവും കൂടെ ഉൾപ്പെടുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈ സിംഹാസനം ഒരു വെറും ഇരിപ്പിടമല്ല. ഇറ്റ്സ് എ സിംബൽ ഓഫ് എ ഗ്രേറ്റ് അതോറിറ്റി. വെറും ഒരു ഇരിപ്പിടമല്ല, പകരം ഒരു വലിയ അധികാരത്തിന്റെ പ്രതീകമാണ് സിംഹാസനം. ഇറ്റ്സ് എ സിംബൽ ഓഫ് അതോറിറ്റി. സ്തോത്രം. ഇറ്റ്സ് എ സിംബൽ ഓഫ് പവർ. അധികാരത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി സിംഹാസനം ഇരിക്കുന്നു.
Also, it represents a reverence and adoration, adorability. അതുകൊണ്ട് തന്നെ ഈ സിംഹാസനം ശക്തിയുടെയും അധികാരത്തിന്റെയും ആരാധനയുടെയും പ്രതീകമായും കൂടെ നിലനിൽക്കുന്നു. സ്തോത്രം. സിംഹാസനം തിരുവെഴുത്തിൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ അതേപ്പറ്റി കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് സിംഹാസനം എന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രയോഗവും വിഷയവുമാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. സ്തോത്രം. 1 രാജാക്കന്മാർ 19:22 നാം അതേപ്പറ്റി കാണുന്നുണ്ട്. സിംഹാസനം. 1 Kings 19:22. സങ്കീർത്തനം 47:8. യെശയ്യാവ് 6:1. Isaiah chapter 6 verse 1. Psalms, lot of Psalms. Here Psalms 47 verse 8. So in this way, in the Old Testament, the throne of God is a common thing. Common thing. ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ചുള്ള ഒത്തിരി വിവിധമായ പരാമർശങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. യെഹെസ്കേൽ 1-ാം അധ്യായം 26 മുതൽ 28 വരെ നാം ദൈവസിംഹാസനത്തെ പറ്റി കാണുന്നു. Ezekiel chapter 1, 26, 27 and 28. തുടക്കം ഒന്ന് വായിച്ചോ. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിനു മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. യെഹെസ്കേൽ ഈ ദൈവസിംഹാസനത്തെ പറ്റി കാണുന്നു. ഈ 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ദൈവസിംഹാസനത്തിന്റെ ഏറ്റവും നല്ല സാദൃശ്യം, ഏറ്റവും അടുത്ത താരതമ്യം ഇവിടെ യെഹെസ്കേലിലാണുള്ളത്. സിംഹാസനം, സിംഹാസനത്തോട് ചേർന്ന 4 ജീവികൾ, സിംഹാസനത്തിൽ ഒരു മനുഷ്യ സാദൃശ്യത്തിൽ ഒരാളിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഭാഗങ്ങളിൽ ഒരുമിച്ച് കാണുവാൻ സാധിക്കും. അതുപോലെ ദാനിയേൽ 7-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഡാനിയേൽ 7 verse 9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ദാനിയേൽ പ്രവാചകൻ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനനായവനെ സിംഹാസനസ്ഥനായി കാണുകയാണ് ഇവിടെ. Daniel the prophet is beholding the God, ancient of ages, seated on a throne, glorious and majestic. ഏറെ മഹത്വസമ്പൂർണനായി നമുക്കിവിടെ ദൈവത്തെ കാണാം. സ്തോത്രം. ഒരു വയോധികൻ, മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ,
സ്തോത്രം. വന്ന് സിംഹാസനത്തിലിരിക്കുന്നു. ഒരു സിംഹാസനസ്ഥനായ ദൈവം. ഇതുപോലെ ഒത്തിരി ഉണ്ട്. യെശയ്യാ 6:1 നമ്മൾ വായിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സ്ട്രീംലി ബ്രൈറ്റ് ഇൻ ഗ്ലോറി ഈസ് ഹിസ് ത്രോൺ. അവന്റെ സിംഹാസനം, സ്തോത്രം, ഏറെ മഹത്വമുള്ളതായിരിക്കുന്നു. സ്തോത്രം. തേജസ് നിറഞ്ഞതായിരിക്കുന്നു. അങ്ങനെ ദൈവസിംഹാസനത്തെ കുറിച്ച് ഒത്തിരി ഉണ്ട്. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ്. സ്തോത്രം. പരമാധികാരം, റിലൻലെസ് പവർ. ദാനിയേൽ 4:25, ദാനിയേൽ 4:25, 4:34 and 35. 4-ാം അധ്യായത്തിന്റെ 25, 34, 35 വാക്യങ്ങൾ ദാനിയേലാണ് കേട്ടോ. ദാനിയേൽ. അവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ സർവാധികാരത്തെ കുറിച്ചാണ്. സങ്കീർത്തനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ദൈവസിംഹാസനത്തിന്റെ ഒത്തിരി വിവരണങ്ങൾ കാണാം. ഏതായാലും സിംഹാസനം എന്തിനെ കാണിക്കുന്നു? അധികാരത്തെ, വാഴ്ചയെ, ശക്തിയെ, സ്തോത്രം, മഹത്വത്തെ, തേജസ്സിനെ, രാജത്വത്തെ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ സിംഹാസനം എന്നുള്ളത്. സ്തോത്രം. പൊതുവെ സിംഹാസനം 2 പേർക്കാണ് ഉപയോഗിക്കാറുള്ളത്. രണ്ട് പദവികളോട് ചേർന്നാണ് സിംഹാസനം ഉപയോഗിച്ച് കാണുന്നത്. ഏതൊക്കെയാണെന്ന് പറയാമല്ലോ? King and the High Priest. എന്താ മോളെ? King and the High Priest. King and High Priest. Half mark. രാജാവും ന്യായാധിപനും. Yes. King and Judge. മഹാപുരോഹിതന് അങ്ങനെ ഒരു സിംഹാസനമില്ല. എന്നാൽ സിംഹാസനം ആട്രിബ്യൂട്ട് ചെയ്യുന്നത് രാജാവിനും ന്യായാധിപനുമാണ്. ത്രോൺ, ത്രോണോസ്. മോസ്റ്റ്ലി king himself will be the judge, and therefore often this is found singularly. രാജാവ് തന്നെ ആയിരിക്കും ന്യായാധിപനും. അതുകൊണ്ട് രാജാവിനും ന്യായാധിപനും 2 സിംഹാസനങ്ങളെ നാം കാണുന്നില്ല. എന്നാൽ ന്യായാധിപന്മാരും രാജാക്കന്മാരും ഇരിക്കുന്നത് സിംഹാസനങ്ങളിലാണ്. സ്തോത്രം. ഇവിടെ യേശു സിംഹാസനസ്ഥനാകും. സ്തോത്രം. പിതാവ് സിംഹാസനസ്ഥനാണ്. അപ്പോൾ ദൈവം ഇവിടെ ഇരുന്നരുളുന്ന സിംഹാസനത്തെ കുറിച്ച് കാണുന്നു. 22-ാം അധ്യായം വെളിപ്പാട് 22-ന്റെ 1 ഉം 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. 22, Revelation 22 verses 1 and 3. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി മതി. അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. സിംഹാസനങ്ങൾ എന്ന ബഹുവചനമുണ്ടോ അവിടെ?
ഇല്ല. 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 അതാണ് ലവോദിക്യ സഭയ്ക്ക് ജയിക്കുന്നവർക്ക് യേശു കൊടുത്ത വാഗ്ദത്തം. എന്തുവാ? ജയിക്കുന്നവൻ എന്നോടു കൂടെ സിംഹാസനത്തിൽ ഇരിക്കും, ഞാനും ജയിച്ച് പിതാവിനോടു കൂടെ ഇരുന്നത് പോലെ തന്നെ. മനസ്സിലാവുന്നുണ്ടല്ലോ? പിതാവായ ദൈവത്തിൻ്റെയും പുത്രന്റെയും സിംഹാസനത്തെ പറ്റി നാം അവിടെ കാണുന്നു. എന്നാൽ സിംഹാസനങ്ങൾ എന്ന ബഹുവചന പ്രയോഗം ഇല്ല, സിംഹാസനം എന്ന ഏകവചന പ്രയോഗമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം, കുഞ്ഞാടിൻ്റെ സിംഹാസനം. സ്തോത്രം. അപ്പോൾ ദൈവം സിംഹാസനസ്ഥനാണ്. സ്വർഗത്തിൽ നമുക്ക് പരിചയമുള്ളൊരു സങ്കീർത്തനം ഉണ്ടല്ലോ, ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല. ബാക്കിയൊന്ന് പറയാമോ? നിന്റെ ദയയും വിശ്വസ്ത നിമിത്തം അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാവണം. 115 സങ്കീർത്തനത്തിന്റെ ആദ്യവാക്യമാണത്. ഗുഡ്. അതിനുശേഷം പറയുന്നു, നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ജാതികൾ ഞങ്ങളോട് ചോദിക്കുന്നു. കാണാനൊന്നുമില്ല, ഒരു ഫോട്ടോയോ ഒരു രൂപമോ പോലും ഇല്ല. എവിടാ നിങ്ങളുടെ ദൈവം? സ്തോത്രം. ഉത്തരവും നമുക്ക് അവിടെ തന്നെ കാണാം. എന്താ ഉത്തരം? Our God is in heaven. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. എന്തോ ചെയ്യും അവിടെ ഇരുന്നുകൊണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ദൈവം സിംഹാസനസ്ഥനാണ്. യഹോവ വാഴുന്നു. യഹോവ ഭരണം നടത്തുന്നു. താനാണ് ഭരണാധിപൻ. സ്തോത്രം. തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ഒരു ദൈവം. സ്തോത്രം. ഇരുന്നരുളുന്ന ദൈവം. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേറൊരു സിംഹാസനമുണ്ട്, അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരു സിംഹാസനം. പറയാമായിരിക്കുമല്ലോ. കൃപാസനം. അതെ, കൃപാസനം. സ്തോത്രം. കൃപാസനം. മെഴ്സി സീറ്റ് എന്നും ത്രോൺ ഓഫ് ഗ്രേസ് എന്നും ഒക്കെ വിളിക്കുന്നതാണത്. ഇന്ന് നമുക്ക് ചെന്നെത്തുവാൻ കഴിയുന്ന ദൈവസിംഹാസനത്തിന്റെ പേരാ. സ്തോത്രം. എന്നാൽ എല്ലായ്പ്പോഴും ആ കൃപാസനം അവിടെ കാണില്ല. കരുണ കാണിച്ച് മടുക്കുന്ന ഒരു അവസരമുണ്ട്. ദൈവത്തിന്റെ ദയ, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ, വ്യക്തികളോടുള്ള ബന്ധത്തിൽ തീർന്നു പോകും. അതോടുകൂടെ പിന്നെ കൃപാസനത്തിന് പ്രസക്തിയില്ല. കൃപ അവിടെ നിന്നും ചൊരിയപ്പെടില്ല.
മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അത് കൃപാസനം, അതവിടെ നിൽക്കട്ടെ. അതിപ്പോ നമുക്ക് ആവശ്യമുള്ള സംഗതിയല്ല. ദൈവത്തിന്റെ സിംഹാസനം അധികാരത്തിന്റെയും മറ്റും പ്രതീകമാണെന്ന് കണ്ടു. അതിൽ ദൈവം ഇരിക്കുന്നു. അതിന്റെ കാഴ്ച എങ്ങനെയാ? 3-ാമത്തെ വാക്യം, വെളിപ്പാട് 4:3. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകതത്തോട് സദൃശ്യമായൊരു പച്ച വില്ല്. സ്തോത്രം. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ യോഹന്നാൻ ഒന്ന് വർണ്ണിക്കുകയാണ്. പക്ഷേ യോഹന്നാനെ കൊണ്ട് സാധിക്കുന്നില്ല. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ രൂപം എങ്ങനെയുണ്ട്? സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സ്തോത്രം. ഇതിനെക്കുറിച്ച് നമുക്ക് വല്ല പിടുത്തമുണ്ടോ? നോ. സൂര്യകാന്തവും പത്മരാഗവും തുടങ്ങിയ രത്നങ്ങളെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. ലോകത്തിലുള്ള ഏറ്റവും വിലയേറിയ സംഗതി എന്തുവാ? The most precious thing in this world. വജ്രം, ഡയമണ്ട്സ്. ഡയമണ്ട്സാ, രത്നങ്ങൾ, മുത്തുകൾ, വജ്രം. അതിന് വില എന്തുവാ? രത്നത്തിന്റെയും വജ്രത്തിന്റെയും ഒക്കെ വില മോഹവില. അതിന് വിലയില്ല. പിന്നെ അതിന് പറയുന്ന വില ഇപ്പം പാസ്റ്റങ്ങൾ പറഞ്ഞതാ, മോഹവില. ഫാൻസി പ്രൈസ്, ദാറ്റ്സ് ഓൾ. നോ ഫിക്സ്ഡ് പ്രൈസ് ഫോർ ദീസ് ഡയമണ്ട്സ്, ഫോർ ദീസ് പേൾസ്, precious stones. No fixed rate. But it is fancy price. മോഹവിലയുള്ള മോഹവില. അതങ്ങ് ആകാശം മുട്ടുന്ന വിലയാ. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളതും ലോകത്തിൽ ഏറ്റവും വിലയേറിയതുമായ സംഗതിയെ ഇവിടെ യോഹന്നാൻ അവതരിപ്പിച്ചിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നയാൾ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു പിടിപ്പിക്കുക. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം എത്ര വിലയേറിയവനാ. സ്തോത്രം. ഈ ദുർലഭമായ മറ്റ് എവിടെയും ഒരുപക്ഷെ കിട്ടുവാൻ സാധ്യതയില്ലാത്ത ഈ രത്നങ്ങൾ, അതിനപ്പുറം ഒരു വർണ്ണന യോഹന്നാനെ കൊണ്ട് അല്ലെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് മനസ്സിലാക്കണേ. സ്തോത്രം. The very appearance of our God, നമ്മുടെ ദൈവത്തിന്റെ ആ രൂപമെങ്കിലും പ്ലീസ്, തലയും കൈയും കണ്ണും കാലും ഒക്കെ ഉള്ള ഒരു ആൾ രൂപമായി നമ്മൾ ദൈവത്തെ ചുരുക്കരുത്. വെറുമൊരു ആൾ രൂപം അല്ല നമ്മുടെ ദൈവം. സ്തോത്രം.
യോഹന്നാൻ അത്രേ പറ്റിയുള്ളെങ്കിൽ പിന്നെ നമുക്കോ? പുതിയ യെരൂശലേമിന്റെ പണിയിലും ഈ രത്നങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടും. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഉയർച്ചയും അതിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ ആളത്വത്തിന്റെ മഹത്വവും, സ്തോത്രം. നമ്മുടെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചേ. എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തിന്റെ രൂപം വരച്ചോ കൊത്തിയോ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, വിലക്കില്ല. പക്ഷേ ഒരു 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 കണ്ടീഷൻ, ഒരു വ്യവസ്ഥയുണ്ട്. എന്തുവാ? വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ കാണുന്നത് പോലെ ഒന്നുണ്ടാക്കി തരണം. മിനിമം. വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ നാം കാണുന്നത് പോലെ ഒരു ചിത്രം ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ആരെങ്കിലും. ഒരു രൂപം ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ആരെങ്കിലും. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ മഹത്വം ഒന്ന് ദർശിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്, അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ. സ്തോത്രം. എത്ര ശ്രേഷ്ഠനാം യേശുവിനെ, ദൈവത്തെ. ഇത്രയും വ്യക്തമായോ? മനസ്സിലായോ? സ്തോത്രം. എങ്കിൽ ഈ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഇത്ര വലിയൊരു ദൈവത്തെ നമ്മുടെ പിതാവായും ദൈവമായും ലഭിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.